വിള്ളലുകൾ രൂപപ്പെട്ടു. ഈ വിള്ളലുകളിലൂടെ ഉപ്പുവെള്ളം ഇപ്പോഴും കയറി വരുന്നുണ്ട്. അത് ഈ പനച്ച് വെള്ളം ഈ കരയിലെ മുകളിലേക്ക് കയറി വരും. അത് കുറച്ച് നാൾ വെള്ളം ഇങ്ങനെ ഉപരിതലത്തിൽ കിടന്നു കഴിയുമ്പം നല്ല ചൂടും വെയിലുമാണല്ലോ, ആവിയായി പോവും. അവിടെ നല്ല ഉപ്പിൻ്റെ സമതലം രൂപപ്പെടും. അത് ഈ നാട്ടുകാർ വെട്ടിയെടുക്കും. ഉപ്പിൻ്റെ പാറ തന്നെ രൂപപ്പെടും. ഈ നാട്ടുകാർ, അതായത് ആ ഭാഗത്ത് ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുണ്ട്, അഫാർ ഗോത്രക്കാരെന്നാണ് അവർ അറിയപ്പെടുന്നത്. അഫാർ ഗോത്രവർഗ്ഗക്കാർ ഇത് വെട്ടിയെടുക്കുന്ന പ്രത്യേക രീതിയിൽ അത് അടുത്ത ദിവസം കാണുന്നുണ്ട്. ഈ വെട്ടിയെടുത്ത ഉപ്പ് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ കയറ്റി ഏതാണ്ട് 70 കിലോമീറ്റർ ചുവന്ന് കൊണ്ടുവന്ന് ഇവർ ഈ അങ്കുല എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ ചന്തയിലാണ് കൊണ്ടുവന്ന് വിൽക്കുക. ഈ ചന്തയിൽ ട്രക്കുമായിട്ട് മറ്റ് നാടുകളിൽ നിന്ന് ധാരാളം കച്ചവടക്കാർ വരും. ഇവരോട് വില പറഞ്ഞ് ഈ ഉപ്പ് പാളികൾ, ഉപ്പിൻ്റെ ടൈലുകളാണ്, ഏതാണ്ട് ഒരു 2 അടി നീളവും 1 അടി വീതിയുമുള്ള ഏതാണ്ട് ഈ കനമുള്ള ഉപ്പിൻ്റെ സ്ലാബുകളാണ്. അത് ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് അത് കൊണ്ടൊരു